നമസ്കാരം. മുനമ്പം വിഷയത്തിൽ കമ്മീഷന് പ്രവർത്തനം തുടരാൻ ഹൈക്കോടതി താൽക്കാലിക അനുമതി നൽകിയത് സർക്കാരിന് ആശ്വാസമാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് റദ്ദ് ചെയ്തത്. കമ്മീഷന് തൽക്കാലം പ്രവർത്തനം തുടരാനാണ് അനുമതി നൽകിയത്. ഇതോടെ കമ്മീഷന് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം. സർക്കാരിന്റെ അപ്പീൽ അടുത്ത ജൂണിൽ കോടതി വിശദമായി പരിഗണിക്കും. പൊതു താൽപര്യം മുൻനിർത്തിയാണ് കമ്മീഷനെ നിയമിച്ചതെന്നും ക്രമസമാധാന വിഷയം എന്ന നിലയിൽ കമ്മീഷന്റെ അന്വേഷണം ആവശ്യമാണെന്നും സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ജുഡീഷ്യൽ കമ്മീഷണർ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ലെന്നും സർക്കാർ വാദിച്ചിരുന്നു. മുൻപത്തെ പ്രശ്നപരിഹാരങ്ങൾക്ക് പോംവഴികൾ ഉണ്ടെന്നും ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം ഫാറൂഖ് കോളേജിന്റെ വഖഫ് ഭൂമി സംബന്ധിച്ച കേസിൽ മുനമ്പം നിവാസികളെ കക്ഷി ചേർക്കുന്നത് സംബന്ധിച്ച് വഖഫ് ട്രൈബ്യൂണലും ഇന്ന് വിധി പറയും. മുനമ്പത്തുള്ള ഫാറൂഖ് കോളേജിന്റെ ഭൂമി വഖഫാണെന്ന വഖഫ് ബോർഡിന്റെ ഉത്തരവിനെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫാറൂഖ് കോളേജ് നൽകിയ ഹർജിയിലാണ് മുനമ്പം നിവാസികൾ കക്ഷി ചേരണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. വഖഫ് ബോർഡിന്റെയും സർക്കാരിന്റെയും മുനമ്പം നിവാസികളുടെയും വാദം കഴിഞ്ഞ സിറ്റിംഗുകളിൽ വഖഫ് ട്രൈബ്യൂണൽ കേട്ടിരുന്നു. വഖഫ് സംരക്ഷണ സമിതി, വഖഫ് സംരക്ഷണ വേദി തുടങ്ങിയവരുടെ കക്ഷി ചേരാനുള്ള ആവശ്യം വഖഫ് ട്രൈബ്യൂണൽ തള്ളിയിരുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുനമ്പം കമ്മീഷന്റെ നിയമനം നേരത്തെ റദ്ദ് ചെയ്തത്. ഇത് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വഖഫ് ട്രിബ്യൂണലിൽ മാത്രമേ കഴിയൂ എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. വഖഫ് ബോർഡിന് വലിയ അധികാരങ്ങളുണ്ട്. നിയമത്തിൽ ഇതെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. ആ നിയമം നിലനിൽക്കെ സർക്കാരിന് മറിച്ചൊരു തീരുമാനം എടുക്കാനാകില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. മുനമ്പം വഖഫ് ഭൂമി കേസിൽ വീണ്ടും അന്വേഷണം നടത്താൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിനെ തെറ്റായ നടപടിയായി ഹൈക്കോടതി നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. സിവിൽ കോടതി ഇതിനകം തന്നെ ഭൂമിയെ വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചതിനാൽ ആ തീരുമാനത്തിൽ ഏതുതരം മാറ്റങ്ങളും ഒരു ഉന്നത കോടതിയിലൂടെ മാത്രമേ സാധ്യമാകുകയെന്നും ന്യായസങ്കേതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ച നടപടി അനാവശ്യവും നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പാർലമെന്റിലെ ഇരുസഭകളും പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടെ വഖഫ് ഭേദഗതി ബിൽ നിയമമായി. പിന്നാലെ ബില്ല് വിജ്ഞാപനമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കുകയും ചെയ്തു. മുസ്ലിം ലീഗിലെ 5 എംപിമാർ ഒപ്പുവെക്കരുതെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ഇതെല്ലാം നിരാകരിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രപതി ഒപ്പുവെച്ചത്. അതേസമയം ബില്ലിനെതിരെ സുപ്രീം കോടതി സമീപിക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ അറിയിച്ചിരുന്നു. 14 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു രാജ്യസഭയിൽ ബില്ല് പാസാക്കിയത്. 128 പേർ ബില്ലിനെ അനുകൂലിച്ചും 95 പേർ എതിർത്തും വോട്ട് ചെയ്തു. രാജ്യസഭയിൽ വഖഫ് ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ ഉയർന്നിരുന്നു. ബില്ല് മുസ്ലിം വിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും അവർ വാദിച്ചിരുന്നു. എന്നാൽ ചരിത്രപരമായ പരിഷ്കാരമാണ് ഇതെന്നും ന്യൂനപക്ഷ സമൂഹത്തിന് ഇത് ഗുണം ചെയ്യുമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത്. നിലവിലുള്ള നിയമത്തിൽ 40ഓളം ഭേദഗതികളാണ് കേന്ദ്രം വരുത്തിയിരിക്കുന്നത്. വഖഫ് നിയമത്തിൽ നിന്നും നിരവധി വകുപ്പുകൾ റദ്ദാക്കാനും പുതിയ ബിൽ നിർദ്ദേശിക്കുന്നു. പുതിയ ഭേദഗതി വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വഖഫ് ബോർഡുകളുടെ ഏകപക്ഷീയമായ അധികാരം കുറയ്ക്കാനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുമാണ് ലക്ഷ്യമിടുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്ന വിമർശനമാണ് മുസ്ലിം നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. അതേസമയം മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്നുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ഈ മാറ്റമെന്നുള്ള ന്യായീകരണം കേന്ദ്രം ഉയർത്തുന്നുണ്ട്.